പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പൂൻ്റെ തലയിലെ താരനൊക്കെ എങ്ങനെയാണ് കളയുന്നത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. കൂട്ടുകാരെ, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ. അമ്പൂൻ്റെ തലയുടെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടോ. ഭയങ്കരമായിട്ട് താരനെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത പോലെ താരന. ഇത് ഉണ്ടോ, ഒത്തിരിയുണ്ട് കുഞ്ഞിൻ്റെ തലയിൽ. വൈറ്റ് ആയിട്ട് അവൾ പറയും, പോയി ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണേലും അവളുടെ ഇത് ഇങ്ങനെ ഇതായിക്കൊണ്ടേ ഇരിക്കുമെന്ന് പറയും. ഇപ്പം ഞങ്ങൾ ഇതെങ്ങനെയാണ് കളയുന്നത്? അപ്പം കൊച്ചു കൂട്ടുകാർക്കൊക്കെ തലയിൽ ഒത്തിരി താരനൊക്കെ ഉള്ളവരൊക്കെ കാണുമല്ലോ. ഇത് ഞാനിങ്ങനെ ശ്രദ്ധിക്കാതെ വന്നിട്ട് എൻ്റെ കയ്യിൽ തെറ്റാ കേട്ടോ. ഞാൻ അമ്പൂൻ്റെ തലമുടി ശ്രദ്ധിക്കാതെ ഈ മുടി ഇങ്ങനെ ഇത്രയും താരം കയറിയതാണ്. ഇത് കണ്ടോ, നല്ലതായിട്ടുണ്ട് വൈറ്റ് ആയിട്ട്. ഞാൻ ഇപ്പോൾ ഇളക്കി കാണിക്കാവേ. കണ്ടോ, ഇതിനെ ഞങ്ങൾ എങ്ങനെയാണ് കളയുന്നതെന്നൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ. അപ്പം കണ്ടോണം, താരനൊക്കെ ഉള്ള കൂട്ടുകാർക്ക് എളുപ്പം താരനൊക്കെ കളയാനുള്ള വഴി. അമ്പൂൻ്റെ തലയിൽ ഇത്രയും ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഇത്ര തന്നെ ഇങ്ങനെ ശക്തമായിട്ട് ഇത്രയും ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എങ്ങനെയാണ് ഇത് കളയുന്നതെന്ന് നിങ്ങൾ കണ്ടോണം. ഇത് മൊത്തം ഞാൻ ക്ലീൻ ചെയ്യും. എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് വീഡിയോ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചാൽ ഞാനിത് കളയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ അമ്പൂൻ്റെ തലയിലുണ്ടായി കഴിഞ്ഞാൽ ഞാനിത് കളയുന്ന ഒരു നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചാൽ കളയുന്നത്. കണ്ടോ, നല്ല ശക്തമായിട്ടുണ്ട് അമ്പൂൻ്റെ തലയിൽ. ഇത് കണ്ടോ, ഞാൻ ശ്രദ്ധിക്കാതെ വന്നതിന് ശേഷം ഇങ്ങനെ ആയതാണ്. നമ്മളെന്നും വാഷ് ചെയ്യും, കുളിക്കുന്നു, അല്ലെങ്കിൽ ഷാമ്പൂ ഇടുന്നു. പക്ഷെ എന്നിട്ടും ഇങ്ങനെ വന്നു. കാരണം നമ്മളത് എന്താ പറയുക, താരനൊക്കെ നമ്മൾ നന്നായിട്ട് ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടു, നല്ല ഫോഴ്സിലുണ്ട് അമ്പൂൻ്റെ തലയിൽ. അപ്പം ഞങ്ങളിതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇത് കണ്ടോ, സൂം ചെയ്ത് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഒരുപാടുണ്ട് തലയിൽ. അപ്പം ഇതിന് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, എന്ത് ടിപ്പാണ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, നന്നായിട്ട് അമ്പൂനൊരു ഇച്ചിരി നല്ല വെളിച്ചെണ്ണ വെച്ച് നല്ലൊരു ഹെഡ് മസാജ് കൊടുത്തിട്ട് അമ്പൂനെ കൊണ്ട് ഈ മുടി വാഷ് ചെയ്യിക്കും, ഷാമ്പൂ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ഉണ്ട്, അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. നൈസായിട്ടുള്ള വീട്ടിലുള്ള അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹെഡ് മസാജ് തലയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താ കൂട്ടുകാരെ കണ്ടോ, നമ്മൾ ചെറിയൊരു ഹെഡ് മസാജ് ചെയ്യാൻ പോവാണ് അമ്പൂൻ്റെ തലയിൽ. ഇവിടെ എല്ലാം അമ്പൂന് ഒത്തിരി മുടി ഉണ്ടായിരുന്നുണ്ട്, ഇതിരി മുടി ഉണ്ടായിരുന്നു. ഈയിടെ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു. അമ്പൂൻ്റെ അച്ഛമ്മയ്ക്ക് അമ്പൂന് നല്ലതായിട്ട് മുടിയുണ്ട്. നന്നായിട്ട് എണ്ണ വെച്ച് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചെറുതായിട്ട് ഹെഡ് മസാജ് കൊടുക്കും, ലൈറ്റായിട്ട്. ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നറിയാവോ, തലയോട്ടിയിൽ എല്ലായിടത്തോട്ടും നമ്മൾ വെക്കുന്ന എണ്ണ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നല്ല രീതിയിലൊരു ചെറിയ ഹെഡ് മസാജ് കൊടുക്കും. ഹെഡ് മസാജ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നല്ല സുഖം അമ്പൂന്. അമ്പു ആസ്വദിച്ചിരിക്കുമല്ലേ? അമ്പു ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക, സുഖം പിടിച്ച്. പറയുമ്പോ എങ്ങനെയുണ്ട് ഹെഡ് മസാജ് ചെയ്തിട്ട്? കൊള്ളാ. ഞാനേ ആയുർവേദമൊക്കെ പഠിച്ച ആളാണ്, അതുകൊണ്ടൊക്കെയുള്ള കുറച്ച് ഇതിലാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് അമ്പൂന്. അമ്പതിലാക്കി പിടിച്ചിരിക്കുക. ആയുർവേദ മെഡിസിനിലുള്ളതാണ് ഈ ഹെഡ് മസാജൊക്കെ ചെയ്യുന്നത്. ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കാം. കാശിക്കാണോ? അതിനല്ല, കാശിക്ക് നമുക്ക് ചെയ്യാമല്ലോ ഹെഡ് മസാജ്. കാശിക്ക് ഹെഡ് മസാജ് വേണോ? കാശി പുറകോട്ടൊന്നും ഇങ്ങനെ എണ്ണ ആയിട്ടില്ല. അപ്പം നമുക്ക് ഈ ബാക്ക് വശത്ത് ശകലം വെച്ചു. പറ അമ്പൂന്നിന്
കൂട്ടുകാരോടൊക്കെ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുക, അമ്മമാരോട് പറയണേ ഇതുപോലെ എണ്ണയൊക്കെ ഒഴിച്ച് ഹെഡ് മസാജൊക്കെ ചെയ്ത് തരണം മുടിക്കാന്ന് പറ. അപ്പോൾ നമ്മുടെ തലയിലെ സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് വളരും. പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇതൊക്കെ അമ്മമാരോട് പറയണം, ഇങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറയണം കേട്ടോ. നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരുകയും തലയിലെ താരൻ അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പോവുകയും തലയിൽ സർക്കുലേഷൻ കൂടുകയും ഒക്കെ ചെയ്യും. അടുത്താണ് തല ഹെഡ് മസാജ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ കുഞ്ഞിപ്പൂതമാണ്. ഹെഡ് മസാജ് കഴിയാറായിരിക്കുന്നു. ഇവർക്ക് നല്ല പാരമ്പര്യമായിട്ട് ഇഷ്ടംപോലെ മുടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അച്ഛമ്മയ്ക്ക് ഇഷ്ടംപോലെ മുടിയുണ്ട്. ഇതെല്ലാം ഇവർക്ക് രണ്ടുപേർക്ക് മുടിയുടെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഇത്രയൊന്നും അല്ലായിരുന്നു മുടി, ഇങ്ങനെ കണ്ടേനുമായിരുന്നു. ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞതാ. കാരണം ഇവന് ഭയങ്കര കപക്കെട്ടൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയ വെട്ടിക്കളഞ്ഞു. ഇവന്റെ മുടി കണ്ടോ, നല്ല ഉള്ളുള്ള നല്ല മുടിയല്ലേ. പക്ഷെ കാശി മോൻ അടങ്ങിയിരിക്കുന്ന ആളല്ല ഞങ്ങളുടെ ഒരു കാര്യത്തിലും. അല്ലേ കാശി? അല്ലേ കാശി? ടാറ്റ പറ കാശി. അപ്പൊ അമ്മുവിന്റെ തലയിൽ നമ്മൾ ഇന്നലെ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇന്നലെ നമ്മൾ ഹെഡ് മസാജ് ഒക്കെ ചെയ്ത് നിർത്തി, വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിർത്തിയതേ ഉള്ളൂ. അപ്പം ഇന്നാണ് നമുക്ക് അമ്മുവിൻ്റെ തലയിൽ പായ്ക്കിടാൻ. അവൻ സമ്മതിച്ചില്ല ഇന്നലെ. പിന്നീട് അപ്പം ഞങ്ങൾ ഇതെന്താ പായ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാമോ? അല്പം ഒരു ശകലം ആര്യവേപ്പിൻ്റെ ഇല, ഒരു 2-3 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല, പിന്നീട് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളമില്ലേ, തലേദിവസം വെച്ച പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ ഒരു 2 തണ്ട് തുളസി ഇല, 2 തണ്ട് പനിക്കൂർക്ക ഇല, ഒരു 2-3 മണി കുരുമുളകിൻ്റെ അരി. ഇത്രയാണ് നമ്മൾ ഈ പായ്ക്കിനായിട്ട് എടുത്തേക്കുന്നത്. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ പാക്ക് നമ്മളിങ്ങനെ തലയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ തല വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരനൊക്കെ പോകും. ഇത് ഞങ്ങൾ പലപ്പോഴായിട്ട് പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഞങ്ങളിതിങ്ങനെ കാണിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ കൊച്ചു കുട്ടികളുടെയൊക്കെ തലയിലാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. നമ്മൾ എന്താ പറയുക, കെമിക്കലായിട്ടുള്ള ഇതൊന്നും വേണ്ട. ഷാമ്പൂ ഒക്കെ ആണെങ്കിലും നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ ഒക്കെ നമുക്ക് ഈ ചെമ്പരത്തി താളിയൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ വെച്ച് ഷാമ്പൂ ആക്കി ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പം നല്ല മുടിക്ക് നല്ല വളർച്ചയുണ്ടാകും, താരനൊക്കെ പോവുകയും ചെയ്യും. കൊടുക്കുക. അപ്പം മനസ്സിലായി ഇതിനകത്തിൽ എന്തൊക്കെയുള്ളതിന്. തുളസിയില, പനിക്കൂർക്ക, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ കുരുമുളക്, ഇത്രയും കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഇത്രയും സാധനമാണ് ഇതിനകത്തിലുള്ളത്. അപ്പം ദാഹനശ്രീയുടെ തലയിലെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്ത് കണ്ടിപ്പോൾ കണ്ടോ, അടുത്ത് കാണിക്കാൻ ഞാൻ. ഇത് കണ്ടോ, അടുത്ത് കണ്ടോ. ഇപ്പോൾ നമ്മുടെ അനുശ്രീയുടെ തലയോട്ടിയിലൊന്നും താരനില്ല. ഒറ്റ ട്രിപ്പ് കൊണ്ട് അതെല്ലാം പോയി കിട്ടി. പിന്നെ ഈ വെളുത്ത ഈ പൊടി കാണുന്നത് എന്താണെന്ന് അറിയാം, നമ്മൾ ആ തേച്ച പാക്കിൻ്റെ പൊടിയാണ് ഇത് കേട്ടോ. അത് ഉണങ്ങിക്കഴിയുമ്പോൾ അങ്ങ് പോകും കേട്ടോ. നമ്മുടെ അനുശ്രീയുടെ തലയിൽ ഒരു ശകലം പോലും താരനില്ല. ഒറ്റ ട്രിപ്പിൽ തന്നെ അനുശ്രീയുടെ തല അത്രയും സ്ട്രോങ് ആയിട്ടുള്ള താരൻ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിലുള്ളതൊക്കെ പെട്ടെന്ന് പോകും. ഈ കാണുന്ന പൊടിയുണ്ടല്ലോ, അത് നമ്മൾ ആ തേച്ച പായ്ക്കിൻ്റെ കേട്ടോ. ഞാൻ മറന്നുപോയ ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ. അല്പം ആലുവരയുടെ നമ്മുടെ പച്ച കറ്ററവാഴപ്പോളയില്ലേ, അതിൻ്റെ ജെല്ലൂടെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അനുശ്രീയുടെ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്ത ഇന്നത്തെ. അനുശ്രീ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. അടിപൊളിയായിരുന്നോ? അടിപൊളിയായിരുന്നു. അപ്പം അനുശ്രീ നല്ല സുഖമുണ്ടോ തലയിൽ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇപ്പൊ അവിടുത്തെ ഒരു ചൊറിച്ചിലൊക്കെ മാറുന്നുണ്ട്. എവിടെയും ചൊറിച്ചിട്ട് അവിടെ ഒന്നുമില്ല. അനുശ്രീയുടെ അച്ഛമ്മയും കൂടെ നിൽക്കുക കേട്ടോ. രണ്ടുപേരുടെയും മുടി കണ്ടോ. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒന്നും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ, അമ്മ അതിൽ ഒരു സാധനവും കെമിക്കലായിട്ടുള്ള യൂസ് ചെയ്യത്തില്ല. അമ്മ പച്ച വെളിച്ചെണ്ണ പിന്നെ ഇതൊക്കെ ഉള്ളൂ. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായമ്മേ? 62ാമത്തെ വയസ്സിലും അമ്മയ്ക്ക് ഇതണ്ട ഇത്രയും മുടിയുണ്ട് കണ്ടോ.
നല്ല ഉള്ളുള്ള നല്ല മുടി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ഇച്ചിരി നരയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഡൈ ഒക്കെ ചെയ്യും. ഫുള്ളൊന്നും നരയില്ല, ഫ്രണ്ടിലൊക്കെ ഉള്ളൂ കുറച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.